ഇതുപോലെ നല്ലോണം പഴുത്തു പോയ നേന്ത്രപ്പഴം ഞാൻ ആരും കളയണ്ട കേട്ടോ. നമുക്കിത് വെച്ചിട്ട് നല്ലൊരു ചായക്കടി ഉണ്ടാക്കിയാലോ. ആദ്യം നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളയാം. ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഒടിച്ചെടുക്കാനുള്ളതാണ്. ഇതുപോലെ നമുക്ക് ആദ്യം ഒടിച്ചെടുക്കാം. ഇതുപോലെ നല്ലോണം ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 കപ്പ് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് 1 ഗ്ലാസ്സാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 സ്പൂണ് കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നമുക്കൊരു ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ല എരിവുള്ള 3 മുളകാണ്, അത് ചെറുതായി കട്ട് ചെയ്തത് അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ കൈകൊണ്ട് തന്നെ നല്ലോണം കുഴച്ചെടുക്കണം, എന്നാലേ നമുക്കിത് നന്നായിട്ട് മിക്സായി കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ 2-3 സ്പൂണ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഇതുപോലെയാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അധികം ലൂസാവാണ്ട് നോക്കണം, അന്നേരം നമുക്ക് വീണ്ടും വീണ്ടും പൊടി ഇടേണ്ടി വരും. അതുകൊണ്ട് ഈ കൊഴുക്കുന്ന സമയം തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കുഴക്കുമ്പം തന്നെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിതുപോലെയാണ് ആയി കിട്ടേണ്ടത്. ഇപ്പം നമ്മളെ എണ്ണ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉള്ളിവടക്കൊക്കെ ഇട്ട് കൊടുക്കുന്നില്ലേ, അതുപോലെ നമുക്ക് ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ കയ്യിൽ നല്ല പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. നമുക്ക് കളയൊന്നും വേണ്ട കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയ സമയത്ത് നിങ്ങളൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഏകദേശം ഒരു ചെറിയ ബ്രൗൺ കളറായതിന് ശേഷമാണ് നമുക്കിതൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെയാണ് നമുക്ക് ആയി കിട്ടേണ്ടത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഫ്ലെയിമൊന്നും ആക്കി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇതായി കിട്ടും. ഇതിപ്പോൾ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആയതൊക്കെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ കഴിക്കണേ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള ചായക്കടി റെഡിയായ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള നല്ല വെറൈറ്റി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.